മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ സീതപ്പഴം എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. സീതപ്പഴം നിങ്ങൾ കണ്ടു കാണും. വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമായ ഒരു ഫലമാണ് സീതപ്പഴം. അപ്പോൾ ഈ സീതപ്പഴത്തിൻ്റെ ഈ വിത്ത് ഞാൻ നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ്. ഇപ്പം നട്ടിട്ടപ്പോൾ ഒരു 3-4 മാസമേ ഉള്ളൂ. കഠിനമായ ഉണക്ക് സമയത്താണ് ഇതിന് കിട്ടിയത്. അപ്പോൾ അത് കവറിൽ നിന്നും മാറ്റി നട്ട് വെച്ചേ ഉള്ളൂ. വളമൊന്നും ഇട്ടില്ല. നട്ട് വെള്ളമൊക്കെ ഉണക്കത്തൊഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഇത് ഈ പരുവമായി. ഇപ്പോൾ കാലവർഷമൊക്കെ ആയി. അപ്പോൾ ഇതിന് വളമിട്ട് കൊടുക്കുകയാണ്. വളമിട്ടാൽ ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേന് ഇതിൽ നിന്നും പഴം കിട്ടും. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 മാസമേ ആയുള്ളൂ. അപ്പോൾ ഈ വളമിടുന്ന രീതിയാണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് മണ്ണൊന്ന് അണക്കി കൊടുക്കുകയാണ്. ചുവട് ചുവടിലെ മണ്ണ് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റി. ഇത് നമ്മൾ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. $100 ഗ്രാം എല്ലുപൊടിയാണ് നമ്മളിപ്പോൾ അതിന് ഇട്ടത്. അടുത്തായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ്. കാരണം ഇത് തൈച്ചെടി ആയതുകൊണ്ട് പെട്ടെന്ന് വലിച്ചെടുക്കണം, വളം വലിച്ചെടുക്കണം. അതിന് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കടലപ്പിണ്ണാക്കാണ്. പെട്ടെന്ന് വളരാനും ഒക്കെയാണ് കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത്രയും ഇട്ടാൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ മുകളിൽ അല്പം മണ്ണ് ഇടണം. ഇതിൻ്റെ മുകളിൽ എങ്കിൽ മാത്രമേ ഈ മണ്ണുമായിട്ട് ഇത് ലയിക്കത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് തോല് വെക്കണം. തോല് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരിട്ട് വെള്ളം ധാരാളമായിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് വീഴുന്നുണ്ടേ ഈ ഇട്ട വെള്ളം താഴോട്ട് ഒരുപാടങ്ങ് ലയിച്ചു പോകും. അത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താനും ഈ തോല് അഴുകുന്ന ഉടനെ അത് വളമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്.
ഇത് ചീമപ്ലാവിൻ്റെ തോലാണ്. പെട്ടെന്ന് അഴുകുന്നതാണ്, ഫലഭൂഷ്ടമാണ്. അടുത്തായിട്ട് നമ്മൾ കുറച്ച് കമ്പോസ്റ്റ് വളമാണ് കൊടുക്കുന്നത്. അത് ഈ വെച്ച തോലിൻ്റെ മുകളിലാണ് നമ്മൾ കമ്പോസ്റ്റ് വളം ഇടുന്നത്. കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ കമ്പോസ്റ്റ് വളത്തിന് മേളിൽ വെള്ളം കയറണം. അത് ആ വെള്ളവുമായിട്ട് താപ്പോട്ടിറങ്ങി ഇത് വലിച്ചെടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ കമ്പോസ്റ്റ് വളം ഇടുന്നത്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് വെച്ചാൽ. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വളത്തിൻ്റെയൊക്കെ മുകളിൽ, തോലിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഓലയോ അതുപോലെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കമ്പുകളോ എന്തെങ്കിലും വെട്ടി വെച്ചേക്കണം. ഇല്ലെങ്കിൽ കോഴിയോ അതേപോലെയുള്ള പട്ടി അങ്ങനെയൊക്കെയുള്ള ജന്തുക്കൾ വന്ന് ഈ വളമൊക്കെ വൃത്തിയായി കളയും. അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ വളർന്ന് മേപ്പോട്ട് വരികയും പുഷ്പിച്ച കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. വളരെ സ്വാദിഷ്ടവും പോഷകസമ്പുഷ്ടവുമാണ് ഇതിൻ്റെ കായ്കൾ. അതുപോലെ ഇതും ശിഖരങ്ങൾ കോതേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ശിഖരങ്ങൾ കോതുന്നില്ല. കുറച്ചുകൂടെ വലുതായതിന് ശേഷം മാത്രമേ ശിഖരങ്ങളുടെ ആരോഗ്യമുള്ള ശിഖരങ്ങൾ നിർത്തിയിട്ടതിന് ശേഷം ഒരു 2 ശിഖരങ്ങൾ നിർത്തിയാൽ മതി. 2 ശിഖരങ്ങൾ നിർത്തിയതിന് ശേഷം മറ്റുള്ളവ നമുക്ക് നീക്കം ചെയ്യണം. അത് ഈ മഴയുടെ പകുതി ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും സീതപ്പഴത്തിൻ്റെ തൈ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത്തരത്തിലൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് വളർന്ന് പുഷ്പിച്ച് കായ്ഫലം ഉണ്ടാവും. ഇതിന് ഇത്രയും ആരോഗ്യമുള്ള ഒരു സസ്യമായതുകൊണ്ട് മണ്ണിൽ നിന്നും ലവണങ്ങളും ജലവും വളങ്ങളും ഒക്കെ വലിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സൂഡോമോണസോ അങ്ങനെയുള്ള ഇടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഇത് കൊണ്ടു നട്ടാൽ എത്ര നാളായാലും അത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്, വളരുന്നില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് മണ്ണ് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പറഞ്ഞ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെ ഇടണം. അതുപോലെ ചാമ്പൽ കഴിയുന്നതും ആരംഭഘട്ടത്തിൽ ഒരു ചെടിക്ക് വിടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു വർഷം ചാമ്പൽ ഇടുകയാണെങ്കിൽ ഇതുപോലെ ഇതിൻ്റെയൊക്കെ മുകളിൽ വേണം ചാമ്പലിടാൻ. ഇല്ലെങ്കിൽ ചാമ്പൽ ഇതിൻ്റെ വേരുകൾക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ചാമ്പൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാം, ചാമ്പൽ കമ്പോസ്റ്റ്, ചാര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇത് കണ്ടതിൽ താല്പര്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കൃഷിയെ സ്നേഹിക്കാനും അത് കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കൃഷിയാൽ സമൃദ്ധമാക്കി കേരളം മാറ്റുവാനും നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ശേഖരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഈ അറിവുകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.